അമേരിക്കയെ വിശ്വാസമില്ല എന്ന് തുറന്നടിച്ച് ഇറാൻ. അമേരിക്ക ഗൗരവത്തോടുകൂടി സമീപിച്ചാൽ മാത്രമേ ചർച്ചകളിൽ താല്പര്യമുള്ളൂ എന്നതാണ് ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കിയിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവിടെ നിലച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് അരാക്ചിയുടെ നിർണായക പ്രതികരണം പുറത്തുവരുന്നത്. ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി തന്നെ ഡൽഹിയിൽ എത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇറാനോട് യുദ്ധം ചെയ്യുന്ന വിമാനങ്ങളും കപ്പലുകളും ഒഴികെ തന്നെ മറ്റെല്ലാ കപ്പലുകൾക്കും ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകാമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹോർമൂസ് മേഖലയിലെ സ്ഥിതി അതീവ സങ്കീർണമാണ് എന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഹോർമൂസിലെ സുരക്ഷയുടെ സംരക്ഷകർ എന്ന നിലയിലെ ചരിത്രപരമായ ഉത്തരവാദിത്തം ഇറാൻ എല്ലായ്പ്പോഴും നിർവഹിക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. മധ്യപൂർവേഷ്യയിൽ സംഘർഷാവസ്ഥ രൂക്ഷമായി തുടരുന്നതിനിടെ തന്നെ ഇറാന്റെ പുതിയ പ്രതികരണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. അതേസമയം ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ യുദ്ധം തുടങ്ങിയതോടെയാണ് ലോകത്തിലെ എണ്ണവാതക വിതരണത്തിന്റെ 1/5 കൈകാര്യം ചെയ്യുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടിയത്. കഴിഞ്ഞ മാസം യുഎസും ഇറാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ശാശ്വതമായ സമാധാന കരാറിൽ എത്തിയിട്ടില്ല. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്നിരുന്ന ചർച്ചകളിൽ താൽക്കാലികമായി തന്നെ നിർത്തിവച്ചിരിക്കുകയാണ് എന്നും ഇറാൻ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള ചർച്ചയിൽ വ്യക്തമാക്കിയതായി തന്നെയാണ് ഇവിടെ ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത്. ചൈനയുടെ മധ്യസ്ഥതയെ അരാക്ചി സ്വാഗതം ചെയ്യുകയും ചൈന തങ്ങളുടെ തന്ത്രപ്രധാന പങ്കാളിയാണ്, അവരുടെ സദുദ്ദേശത്തിൽ വിശ്വാസമുണ്ടെന്നും ചർച്ചയിൽ പുരോഗതി ഉണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ആ രീതിയിലേക്കുള്ള നീക്കങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹോർമൂസിലെ ഗതാഗതം സാധാരണ നിലയിലേക്ക് എത്താൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അതേസമയം പാകിസ്ഥാന്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് വെടിനിർത്തൽ പ്രഖ്യാപനം ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നത് ഈ ഒരു രഹസ്യമായ വെളിപ്പെടുത്തൽ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇറാനെതിരായുള്ള യുദ്ധത്തിൽ അണിയറയിൽ പാകിസ്ഥാനുമായി ചേർന്ന് നടത്തിയ നീക്കങ്ങളുടെ രഹസ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. താൻ വെടിനിർത്തലിന് അനുകൂലമായിരുന്നില്ല എന്നും എന്നാൽ പാകിസ്ഥാന്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് അതിന് തയ്യാറായതെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെയും ഫീൽഡ് മാർഷലിനെയും പ്രശംസിച്ച ട്രംപ് ആകട്ടെ അവരോടുള്ള ബഹുമാന സൂചകമായാണ് ഈ നീക്കത്തിന്റെ അല്ലെങ്കിൽ ഇതിൽ തീരുമാനമെടുത്തതെന്നാണ് പറയുന്നത്. അതേസമയം ഇറാൻ സമർപ്പിച്ച ഏറ്റവും പുതിയ സമാധാന നിർദ്ദേശങ്ങൾ ട്രംപ് തള്ളിക്കളഞ്ഞു. നിർദ്ദേശത്തിന്റെ ആദ്യ വാചകം വായിച്ചപ്പോഴേക്കും അത് നിരസിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇറാന്റെ ആണവ പദ്ധതികൾ അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഉറപ്പുകൾ നൽകാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നും ട്രംപ് ആരോപിച്ചു. അമേരിക്കൻ ആക്രമണത്തിൽ ആണവ നിലയങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചുവെന്നും ഇന്ധന നീക്കം ചെയ്യാൻ സാങ്കേതികമായി തന്നെ കഴിയില്ല എന്നതാണ് ഇറാൻ ചർച്ചകളിൽ ഉന്നയിച്ചതായി തന്നെ ഇവിടെ ട്രംപ് പരിഹാസം ഉന്നയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.